السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. أنت المقدم وأنت المؤخر وأنت إلهنا وأنت على كل شيء قدير. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. نستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. أما بعد، സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വസത്തിയ്യയിൽ റബ്ബിൻ്റെ വജ്ഹ് അഥവാ അള്ളാഹുവിൻ്റെ മുഖം എന്ന അവൻ്റെ സിഫത്ത്, അവൻ്റെ വിശേഷണം വിവരിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ ഈ മഹത്തരമായ സിഫത്ത്, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളാണ് ഈ കിതാബിൽ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. നോക്കൂ, ഒന്നാമത്തേത് വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ ഖസസിലെ ആയത്താണ് കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. ആദ്യത്തേത് സൂറത്ത് റഹ്മാനിലെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു കുല്ലു മൻ അലൈഹ ഫാൻ, കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹ ഫാൻ, അതിൻ്റെ മുകളിലുള്ളത് മുഴുവൻ എല്ലാം നശിക്കും. വയബ്ഖാ എന്നാൽ ബാക്കി നിൽക്കും, നിലനിൽക്കും. വജ്ഹു റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ വജ്ഹ്. ദുൽ ജലാലി വൽ ഇക്റാം, ജലാലും ഇക്റാമുമുള്ള വജ്ഹ് അഥവാ എല്ലാ മഹത്വവും ഉള്ള എല്ലാ ആദരവുകൾക്കും അർഹമായ അള്ളാഹുവിൻ്റെ വജ്ഹ്. അള്ളാഹുവിൻ്റെ വജ്ഹ് ബാക്കിയാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസിമായ കാര്യമാണ്, അതിൻ്റെ പിന്നാലെ അനിവാര്യമാകുന്ന കാര്യമാണ് അള്ളാഹു ബാക്കിയാകും എന്നത്. അതുപോലെ സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞു കുല്ലു ഷൈഇൻ ഹാലികുൻ, സകലതും നശിക്കുന്നതാണ്. ഇല്ലാ വജ്ഹ, അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം ഒഴികെ. നോക്കൂ, വജ്ഹ്, മുഖം എന്നത് അള്ളാഹുവിൻ്റെ സിഫത്തായി, അവൻ്റെ വിശേഷണമായി പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ സിഫത്താണത്, അവൻ്റെ വിശേഷണമാണ്. ഇത് ഖബരിയത്തായ സിഫത്ത് എന്ന് പറയും. അഥവാ ഇത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ നമുക്ക് മനസ്സിലായ അള്ളാഹുവിനുണ്ടെന്ന് അവൻ പറഞ്ഞ സിഫത്താണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ചിലത് ഖുർആനിലും സുന്നത്തിലും വരാതെ തന്നെ മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള കാര്യമായിരിക്കും. ഉദാഹരണത്തിന് അള്ളാഹു ഉലൂവിലാണ്, അവൻ മുകളിലാണുള്ളത് എന്നത് അതിന് സമഈയായ ദലീൽ മാത്രമല്ല ഉള്ളത്, അഥവാ ഖുർആനിലും സുന്നത്തിലും വന്ന തെളിവ് മാത്രമല്ല ഉള്ളത്, മറിച്ച് അതിന് ഫിത്തറിയായ മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ തെളിവുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇതൊന്നും പഠിക്കാത്ത ഏതൊരു മനുഷ്യനും റബ്ബിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ ഹൃദയം മുകളിലേക്കാണ് തിരിയുക. അതുപോലെ മുകളിലൊരുവനുണ്ട്, മുകളിലൊരുവൻ കാണുന്നുണ്ട് എന്നിങ്ങനെയുള്ള സംസാരം എല്ലാവരും പറയുന്നതാണ്, മുസ്ലിമീങ്ങളും അല്ലാത്തവരും. ഒരു ചെറിയ കുട്ടിയോട് എവിടെയാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ ഒന്നും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിലും കുട്ടി മുകളിലാണ്, ഒന്നുകിൽ കൈ കൊണ്ട് മുകളിലേക്ക്, അല്ലെങ്കിൽ ആകാശത്തിലാണെന്ന് പറയും, അല്ലെങ്കിൽ മുകളിലാണെന്ന് പറയും. പരിശോധിച്ച് നോക്കൂ, വീട്ടിലെ ചെറിയ കുട്ടികളോട്, ഇത് പഠിച്ചിട്ടില്ലാത്ത കുട്ടികളോട്, എന്നാൽ ചോദ്യങ്ങളും മറ്റും മനസ്സിലാക്കുന്ന, അതിന് മറുപടി പറയുന്ന ചെറിയ മക്കളോട് ചോദിച്ചു നോക്കി അള്ളാഹു ഇവിടെ, കുട്ടികൾ ഒന്നുകിൽ കൈ മുകളിലേക്ക് ചൂണ്ടും, ആകാശത്തിലാണെന്ന് പറയും, അല്ലെങ്കിൽ മുകളിലാണെന്ന് പറയും. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ.
പരിശോധിച്ച് നോക്കൂ. കാരണം അത് മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ്. അതേസമയം അള്ളാഹു ആർഷിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നത്, അള്ളാഹു ആർഷിൽ ആരോഹണം ചെയ്ത് അവൻ്റെ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത് സമഈയായ ദലീലിലൂടെ മാത്രം വന്നതാണ്. സമഈയായ ദലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിലൂടെ സുന്നത്തിലൂടെ നമ്മൾ കേട്ട തെളിവ്. അതില്ല എങ്കിൽ നമുക്കതറിയാൻ സാധിക്കില്ല അള്ളാഹു അവൻ്റെ അർശിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നത്. അത് നമുക്ക് നമ്മുടെ ഫിത്രത്തിലോ മറ്റോ ഉള്ള ദലീൽ അല്ല അതിനുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഉലൂ, അള്ളാഹു മുകളിലാണുള്ളത് എന്നത് അതിന് സമഈയായ ഖുർആനിലും സുന്നത്തിലും വന്ന തെളിവ് മാത്രമല്ല, മനുഷ്യൻ്റെ പ്രകൃതം തന്നെ അതിലാണുള്ളത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വജ്ഹുണ്ട്. അള്ളാഹു അവനെക്കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നു. ആ വജ്ഹിന് ചില വിശേഷണങ്ങൾ കൂടി അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് കാണാം. അതിൽ ഈ സൂറത്തു റഹ്മാനിൽ ആയത്തിൽ തന്നെ നമുക്ക് ചില വിശേഷണങ്ങൾ കാണാം. എന്താണ് അള്ളാഹു പറഞ്ഞത്? വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വജ്ഹ് ദുൽ ജലാൽ വൽ ഇക്റാം, ജലാലും ഇക്റാമുമുള്ള വജ്ഹാണത്. അള്ളാഹുവിനെ ദുൽ ജലാൽ വൽ ഇക്റാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് അതേ സൂറത്തിൻ്റെ അവസാനത്തിനാണ്. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ആ ആയത്തിൽ ദിൽ ജലാലി എന്നാണ്. കാരണം അവിടെ റബ്ബിനെയാണ് പറഞ്ഞത് എന്ത്? ദിൽ ജലാലി വൽ ഇക്റാം. തബാറകസ്മു റബ്ബിക, അതുകൊണ്ട് റബ്ബിന് ജറാണ് ചെയ്തത്, കെസറാണ് നൽകിയത്. അതുകൊണ്ടാണ് എന്ത് വന്നത്? ദിൽ ജലാലി വൽ ഇക്റാം എന്ന് സൂറത്തു റഹ്മാനിലെ അവസാനത്തെ ആയത്തിൽ. അതേസമയം ഈ ആയത്തിൽ സൂറത്തു റഹ്മാനിലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ വയബ്ഖാ വജ്ഹു റബ്ബിക, അവിടെ എന്താണുള്ളത്? ദിൽ ജലാലി എന്നല്ല, പിന്നെയോ ദുൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ അത് റബ്ബിൻ്റെ വിശേഷണമല്ല, റബ്ബിൻ്റെ വജ്ഹിൻ്റെ വിശേഷണമാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിൻ്റെ ആണെങ്കിൽ എന്താണ് പറയുക? ദിൽ ജലാലി വൽ ഇക്റാം. അതാണ് അവസാനത്തെ ആയത്തിൽ പറഞ്ഞത്. അവൻ്റെ വജ്ഹ് അത് ദുൽ ജലാലി വൽ ഇക്റാം. ജലാൽ എന്നാൽ മഹത്വം, ഇക്റാം എന്നാൽ ആദരവ്, അതിനെല്ലാം അർഹതപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ വജ്ഹ്. അതുപോലെ ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ വജ്ഹിന് സുബുഹാത്ത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. സുബുഹാത്ത് എന്നാൽ അത് പ്രകാശവും ശോഭയും ഭംഗിയുമൊക്കെയാണ്. അതിനാണ് സുബുഹാത്ത് എന്ന് പറയുക. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലൊരിക്കൽ ചില കാര്യങ്ങൾ പ്രസംഗിച്ചു കൊണ്ട് നിന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ചില കാര്യങ്ങൾ 4-5 കാര്യങ്ങൾ പ്രസംഗിക്കാൻ നിന്നു. നമുക്ക് ആ ഹദീസ് ഇങ്ങനെ കാണാം. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാം വമാ യൻബഗി ലഹു അൻ യനാം യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ ഹിജാബുഹു النور ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാത്ത് വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം, അല്ലാഹു ഉറങ്ങുകയില്ല. വമാ യൻബഗി ലഹു അൻ യനാം, ഉറങ്ങുക എന്നത് അള്ളാഹുവിന് യോജിക്കുകയില്ല. യഖ്ഫിദുൽ ഖിസ്ത വയർഫഉഹു, അവൻ തുലാസ് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അള്ളാഹു റിസ്ഖ് ഇറക്കുന്നു, അവൻ അമലുകൾ മുകളിലേക്ക് ഉയർത്തുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ. യുർഫഉ ഇലൈഹി അമലുൽ ലൈൽ ഖബ്ല അമലിൻ നഹാർ, രാത്രിയിലെ പ്രവർത്തനങ്ങൾ പകലിലെ പ്രവർത്തനങ്ങൾക്ക് മുൻപേ അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു. പകലിലെ പ്രവർത്തനങ്ങൾ രാത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് മുൻപേ അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു. ഹിജാബുഹു നൂർ, അവൻ്റെ ഹിജാബ് നൂറാണ്, അവൻ്റെ മുന്നിലെ മറ പ്രകാശമാണ്. ലൗ കശഫഹു, അവനെങ്ങാനും അത് നീക്കിയിരുന്നുവെങ്കിൽ ലഅഹറഖത് സുബ്ഹാത്ത് വജ്ഹ്, അവൻ്റെ മുഖത്തിൻ്റെ സുബ്ഹാത്ത്, അവൻ്റെ മുഖത്തിൻ്റെ വെളിച്ചവും ശോഭയും അത് കരിച്ചു കളഞ്ഞേനെ. മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവൻ്റെ ദൃഷ്ടി എത്തുന്നിടത്തോളം മുഴുവൻ കരിച്ചു കളഞ്ഞേനെ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ എഴുന്നേറ്റ് നിന്നു, പ്രസംഗിച്ചു. ഇത് മുഴുവൻ എന്താണ്? അഖീദയാണ്, വിശ്വാസമാണ്. അതിലെ പാഠമാണെന്ത്? അഖീദ പഠിപ്പിക്കാൻ, വിശ്വാസം പഠിപ്പിക്കാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുക എന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ അഖീദ അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. അത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചത്. പറഞ്ഞു വന്നത് ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ മുഖം അതിന് സുബ്ഹാത്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ
അതേ ഹദീസിൽ തന്നെ ഉണ്ട് എന്ത്, അള്ളാഹുവിൻ്റെ മുഖത്തിന് മുന്നിൽ മറയാണെന്ത്, അതിന് പ്രകാശം കൊണ്ടുള്ള ഒരു മറയുണ്ട് എന്ന്. പ്രകാശം കൊണ്ടുള്ള ഒരു മറ റബ്ബിൻ്റെ മുഖത്തിന് മുന്നിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് സഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയെ അൽ റഅയ്ത റബ്ബക്, അങ്ങ് താങ്കളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബി അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഇനി ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരാൾ സംശയിക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഉണർച്ചയിൽ, ഉറക്കത്തിൽ കാര്യമല്ല പറയുന്നത്, സ്വപ്നത്തിൽ അള്ളാഹുവിനെ ഈ ലോകത്ത് തന്നെ കാണുക എന്നത് സംഭവ്യമായ കാര്യമാണ്, അത് അസംഭവ്യമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവരും കണ്ടേക്കാം. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സ്വപ്നത്തിൽ ദുനിയാവിൽ കാണുക എന്നത് അസംഭവ്യമായ കാര്യമാണോ? അല്ല, സംഭവ്യമാണ്, സംഭവിച്ചേക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ദുനിയാവിൽ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക എന്നത് സംഭവ്യമല്ല. ഈ ദുനിയാവിൽ മരിച്ചതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കാൻ, നബി അങ്ങ് റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂറുൻ അന്ന അറാഹ്, നൂറുൻ അന്ന അറാഹ്, നൂറുൻ ഒരു പ്രകാശമാണ്, അഥവാ അവൻ്റെ മുന്നിലെ മറ പ്രകാശമാണ്. അന്ന അറാഹ്, ഞാൻ എന്നെങ്ങനെ കാണാനാണ്, ഞാൻ എങ്ങനെ കാണാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് കണ്ണുകൾ കൊണ്ട് റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബി ഇല്ല എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് റഅ റബ്ബഹു ഫഖദ് അഅദമ അല അല്ലാഹിൽ ഫിരിയ, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ വലിയ കളവാണ് പറയുന്നത് എന്നാര് പറയുകയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സഹീഹ് ബുഖാരിയിൽ നമുക്ക് ഈ അസർ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അതേ അസറിൽ പറയുന്നത് കാണാം, ആരെങ്കിലും നബി ഗൈബ് അറിയുമെന്ന് പറഞ്ഞാൽ അവനും അള്ളാഹുവിൻ്റെ പേരിൽ വലിയ കളവ് പറഞ്ഞിരിക്കുന്നു. ആരാണ് പറയുന്നത്? നമ്മുടെ ഉമ്മ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ നോക്കൂ, ആ ഹദീസിലുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലെ മറയാണ് നൂർ, പ്രകാശത്തിൻ്റെ മറ അള്ളാഹുവിൻ്റെ വജ്ഹിന് മുന്നിൽ ഉണ്ട്. അതുപോലെ കിബ്രിയാഇൻ്റെ ഹിജാബ്, അവൻ്റെ കിബ്രിയാഇൻ്റെ റിദാ അവൻ്റെ മുന്നിൽ ഉണ്ട്. കിബ്രിയ എന്ന് പറഞ്ഞാൽ അവൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും, അതിൻ്റെ റിദാ എന്നാൽ ശരിക്ക് തട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഉദ്ദേശം എന്താണ്? കിബ്രിയ ഉണ്ട് എന്നാണ്, അവൻ്റെ മഹത്വം അതിനു മുന്നിൽ മറയായി ഉണ്ട് എന്നാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് വന്ന ഹദീസ് ഇങ്ങനെയാണ്, ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കാണാം. സുബ്ഹാനല്ലാഹ്, ഏറെ മഹത്തരമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജന്നതാനി മിൻ ദഹബ് ആനിയതുഹുമാ വമാ ഫീഹിമാ വജന്നതാനി മിൻ ഫിദ്ദ ആനിയതുഹുമാ വമാ ഫീഹിമാ വമാ ബൈനൽ ഖൗമി وبين أن ينظروا إلى ربهم إلا رداء الكبرياء على وجهه في جنة عدن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജന്നതാനി മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗത്തോപ്പുകൾ. ആനിയതുഹുമാ വമാ ഫീഹിമാ, അതിലെ പാത്രങ്ങളും അതിലുള്ളതുമെല്ലാം മുഴുവൻ സ്വർണം. വജന്നതാനി മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർഗത്തോപ്പുകൾ. ആനിയതുഹുമാ വമാ ഫീഹിമാ, അതിലുള്ള പാത്രങ്ങളും അതിലുള്ളതുമെല്ലാം. സ്വർഗം പല സ്വർഗത്തോപ്പുകളാണ്, പല ദാറുകളാണ്, പല ദറജകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം, അവർക്ക് റബ്ബിനെ കാണാനുള്ള തടസ്സം ഇല്ലാ റിദാഉൽ കിബ്രിയാഇ അലാ വജ്ഹിഹി, അവൻ്റെ മുഖത്തിനു മുന്നിലുള്ള കിബ്രിയാഇൻ്റെ തട്ടമാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുന്നിലുള്ള മഹത്വത്തിൻ്റെ മറയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, വലിപ്പത്തിൻ്റെ മറയാണ്. ഫി ജന്നത്തി അദിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തിൽ. അത് നീക്കുക എന്നതേ തടസ്സമുള്ളൂ. അള്ളാഹുവിനെ കാണുന്ന ഹദീസിനും അതാണ് വന്നിട്ടുള്ളത്. ഫയക്ഷിഫുൽ ഹിജാബ്, അള്ളാഹു ആ മറ നീക്കുന്നതാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുന്നതാണ്. നോക്കൂ, ഇതെല്ലാം
അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നത് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഹ്ലുസുന്ന വിശ്വസിക്കുന്നു അള്ളാഹുവിന് വജ്ഹുണ്ട്, അവന് മുഖമുണ്ട് എന്നത്. എന്താണ് വജ്ഹിൻ്റെ അർത്ഥം? നമുക്കറിയാം, മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് നമുക്കറിയാത്തത്? അതിൻ്റെ കൈഫിയ്യ, അതെങ്ങനെയാണ് എന്ന് നമുക്ക് അറിയില്ല. മുഖം എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം നമുക്ക് അറിയാം. ആ നമുക്കറിയാവുന്ന ഭാഗത്തിന് പറയും അൽ ഖദറുൽ മുഷ്തറക്. ഖദറുൽ മുഷ്തറക് അത് സൃഷ്ടിയിലേക്കോ സൃഷ്ടാവിലേക്കോ ഒക്കെ ഒന്നിലേക്കും ചേർക്കുന്നതിന് മുൻപ് മുഖം എന്ന് പറഞ്ഞാൽ നമുക്കൊരർത്ഥം അറിയാം. പിന്നെ അത് ഏതിലേക്ക് ചേർക്കുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം വരിക. ഉദാഹരണത്തിന് മനുഷ്യനിലേക്ക് ചേർത്താൽ, പടപ്പുകളിൽ തന്നെ മനുഷ്യനിലേക്ക് ചേർത്തി പറഞ്ഞാൽ വജ്ഹുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ്. അതേസമയം വജ്ഹ് മനുഷ്യന് മാത്രമാണ് ഉള്ളത് അല്ല. ഇപ്പോൾ ഒരു ഉറുമ്പിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അത് ഈ മനുഷ്യൻ്റെ മുഖം പോലെയല്ല. ഒരു ആനയുടെ മുഖം എന്ന് പറഞ്ഞാൽ അത് ഈ മനുഷ്യൻ്റെ മുഖം പോലെയല്ല. എന്തിന്? സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. അള്ളാഹു പറഞ്ഞു, وقالت طائفة من أهل الكتاب وقالت طائفة من أهل الكتاب അഹ്ലുൽ കിതാബിൽ അഥവാ വേദക്കാരിലൊരു വിഭാഗം യഹൂദികൾ പറഞ്ഞു, ആമിനു, നിങ്ങൾ വിശ്വസിക്കുക, അഥവാ മുസ്ലിങ്ങളാണെന്ന് പറയുക, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുക, ബില്ലദി ഉൻസില അലല്ലദീന ആമനു, ഈ വിശ്വാസികളായ ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുക. വജ്ഹൻ നഹാർ, പകലിൻ്റെ ഒരു വജ്ഹിൽ. പകലിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ പകലിൽ ആദ്യം കാണുന്ന ഭാഗം എന്നാണ്. എന്താണ്? രാവിലെ. വഖ്ഫുറു ആഖിറ, ആ നഹാറിൻ്റെ അവസാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇസ്ലാം തിരിച്ചു പോരുക, കാഫിറാവുക. യഹൂദികളുടെ കൂടിയ കുതന്ത്രങ്ങളിൽ പെട്ടതാണ്. കാരണം അഹ്ലുൽ കിതാബിൽപ്പെട്ട കിതാബൊക്കെ പഠിച്ച ആളുകൾ അവർ രാവിലെ മുസ്ലിങ്ങളായി, വൈകുന്നേരം തിരിച്ചു പോയാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത അറബികൾ അവർ ധരിക്കും, കണ്ടോ ഇവർ കിതാബൊക്കെ പഠിച്ചല്ലേ, എന്നിട്ട് ഇവർക്ക് അതിൽ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മനസ്സിലായി ഇതിലൊന്നുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടയാൻ അവർ പറഞ്ഞ കുതന്ത്രമാണ്. ഈ രൂപത്തിൽ കൊടിയ കുതന്ത്രങ്ങൾ ഏത് കാലത്തും അവരുടെ രീതിയാണ്. മുസ്ലിമീങ്ങളാകട്ടെ മുഅ്മിനീങ്ങളാകട്ടെ, സുബ്ഹാനല്ലാഹ്, അവർ നേരായ പാതയുടെ ആളുകളാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കണം. നമ്മളേവരും മുസ്ലിമീങ്ങളായ നമ്മൾ അതുപോലെ അഹ്ലുസുന്ന ശ്രദ്ധിക്കണം. നമുക്കൊരിക്കലും എന്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ ദഅവത്തിന് കുതന്ത്രങ്ങളോ കളവോ നമുക്ക് ആവശ്യമില്ല. നേർക്ക് നേരായ നിലക്ക് പറഞ്ഞാൽ അത് മതിയാകും. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് മരണപ്പെട്ടു പോയ സലഫി ലോകത്ത് ഒരുപാട് ഖിദ്മത്തുകൾ നൽകിയ, ഒരുപാട് പണ്ഡിതന്മാർ പ്രശംസിച്ച ഷെയ്ഖ് റബീഅ ബിൻ ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇവിടെ കാണാനിടയെ. അദ്ദേഹം പറഞ്ഞത് കാണാം, കളവ് എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്തിനേക്കാൾ അവർ ഗൗരവത്തോട് കാണുന്നതാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഹ്ലുസുന്ന പഴയകാലത്ത് റിവായത്തുകൾ പലതും ഹദീസിൻ്റെ റിവായത്തുകൾ പലതും ബിദ്അത്തുകൾ ചിലതുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്ത് മാത്രമേ ആ ഹദീസുള്ളൂ, മറ്റൊരാളുടെ പക്കൽ അതില്ല എന്നതുകൊണ്ട് അവരാകട്ടെ ആ ബിദ്അത്തിൻ്റെ പ്രചാരകരുമല്ല എന്നതുകൊണ്ട് അതിൽ നിന്ന് റിവായത്ത് ചെയ്തിരുന്നു. റിവായത്തിൻ്റെ കാര്യം വേറെ, നമ്മൾ പോയി ദീൻ പഠിക്കുക എന്ന കാര്യം വേറെ. റിവായത്ത് ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഹദീസ് അങ്ങ് നഷ്ടപ്പെട്ടു പോയേക്കും, ഉമ്മത്തിന് അത് നഷ്ടപ്പെട്ടു പോയേക്കും. പക്ഷെ അവരൊരിക്കലും എന്ത് ചെയ്യാറില്ല, കള്ളന്മാരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുകയില്ല. ആ അർത്ഥത്തിൽ കളവ് എന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചു പോകാൻ സാധിക്കാത്ത കാര്യമായി അഹ്ലുസുന്ന കണ്ടു. ആ അർത്ഥത്തിലാണ് അഹ്ലുസുന്നയുടെ വഴി വളരെ വ്യക്തമാണ്. സത്യസന്ധത, അതുപോലെ വ്യക്തത, നേരായ നിലപാടുകൾ, ഇതെപ്പോഴും നമ്മുടെ മാർഗമായിരിക്കും, മുസ്ലിമീങ്ങളുടെ വഴിയായിരിക്കണം. അല്ലാതെ കളവുകളോ
കുതന്ത്രമോ വളഞ്ഞ വഴികളോ അഭിനയങ്ങളോ നാട്യങ്ങളോ കുതന്ത്രങ്ങളോ നമ്മുടെ ദഅവത്തിന് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വിജയമുണ്ടാവുകയില്ല. താൽക്കാലികമായ എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് ആളുകൾക്ക് തോന്നിയേക്കും. അതുകൊണ്ടാണ് ഈ വക കക്ഷിത്തങ്ങളുടെ ആളുകൾ, ഈ അത്തരം ഹെസ്ബിയത്തിൻ്റെ കക്ഷികൾ, അവരുടെയൊക്കെ പ്രധാനപ്പെട്ട വഴിയാണ് പല രൂപത്തിൽ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊക്കെയോ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, കടുത്ത പ്ലാനിങ് ആയിരിക്കും, വലിയ. എന്നിട്ട് അതിൻ്റെ വർത്തമാനത്തിനിടയിൽ തോന്നി ഇവരാണ് ഇനി അങ്ങോട്ടേക്ക് 100 കൊല്ലത്തേക്ക് കൊടുത്ത ദഅവത്ത് നിയന്ത്രിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു കുൻ എന്ന് പറഞ്ഞതേ സംഭവിക്കുകയുള്ളൂ, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഇല്ലെങ്കിലും. നമ്മെ സംബന്ധിച്ചിടത്തോളം നേരായ കാര്യങ്ങൾക്ക് നേർക്ക് നേരെയല്ലാതെ വളഞ്ഞ വഴികളോ കുതന്ത്രങ്ങളോ ഒരിക്കലും അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദീൻ ഹക്കാണ്, സത്യമാണ്. കളവ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ദീൻ പ്രചരിപ്പിക്കുക പാടില്ല. നേരായ വഴിക്ക് നടക്കുമോ അത് മതി, അതിന് ബറക്കത്തുണ്ടാവും, അതിന് വിജയമുണ്ടാവും. സാന്ദർഭികമായി സൂചിപ്പിച്ചു വന്ന് മാത്രം. യഹൂദികൾ പറഞ്ഞു രാവിലെ വിശ്വസിക്കുക, വൈകുന്നേരം തിരിച്ചു പോകുക. ആ ആയത്തിൽ അള്ളാഹു പകലിൻ്റെ നഹാറിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞു. നഹാറിൻ്റെ വജ്ഹ്, പകലിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ്. മുഖത്തെ പകലിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിൻ്റെ ആദ്യം വരുന്ന ഭാഗം, ആദ്യം വെളിവാകുന്ന ഭാഗം. ഒരു മനുഷ്യൻ്റെ ആദ്യം ഒരാൾ നോക്കുക മുഖത്തേക്കാണ്. ഒരാളുടെ മുവാജഹ, ആളുകൾ അഭിമുഖീകരിക്കുക ഈ മുഖം കൊണ്ടാണ്. അപ്പോൾ നോക്കൂ, ഇതൊരു ഉറുമ്പിലേക്ക് ചേർത്തിയാൽ അതിൻ്റെ അർത്ഥമാണ്, മനുഷ്യനിലേക്ക് ചേർത്തിയാൽ അതിൻ്റെ അർത്ഥം, ആ അർത്ഥമാണ് നമുക്കറിയുന്നത്. വജ്ഹ് എന്ന് പറഞ്ഞാൽ ആരിലേക്കും ചേർത്തുന്നതിന് മുൻപ് വജ്ഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്കറിയാം വജ്ഹിൻ്റെ അർത്ഥം മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുലേക്ക് അത് ചേർത്തി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം അത് ഹഖൻ ഹഖീഖത്തൻ മുഖമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കൈഫിയ എങ്ങനെയെന്ന് നമുക്കറിയില്ല. കാരണം അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല, അള്ളാഹുവിനെ പോലെ ഒരുവനെയും നമ്മൾ കണ്ടിട്ടുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. ഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും. ഏത് സിഫത്തുകളും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ അടിസ്ഥാനം അതാണ്. അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മനസ്സിലാക്കാം. അൽ വജ്ഹു ഗൈറു മജ്ഹൂൽ, മുഖം എന്നാൽ അതറിയാത്ത കാര്യമല്ല, അതിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്നാൽ വൽ കൈഫു ഗൈറു മഅഖൂൽ, എങ്ങനെ എന്നത് നമുക്കറിയുകയില്ല. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച വജ്ഹാണ് അവൻ്റെ വജ്ഹ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ മുഖത്തിൻ്റെ മുന്നിൽ അമറ നീക്കിയാൽ അവൻ്റെ ദൃഷ്ടി എത്തുന്നിടം മുഴുവൻ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വജ്ഹ് നമ്മളെവിടെ കണ്ടിട്ടുണ്ട്? നമുക്കെങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും? ഇല്ല, നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് അവൻ്റെ മഹത്വത്തിന് യോജിച്ച വജ്ഹാണ്, അവൻ്റെ മുഖമാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്, ഇമാം മാലിക് പറഞ്ഞതുപോലെ. കാരണം അത് ഖുർആനിൽ വന്നതാണ്, സുന്നത്തിൽ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതിക്കൊടുക്കവേ ഒരിക്കൽ പോലും പറഞ്ഞില്ല ഇതാ അള്ളാഹുവിന് മുഖമുണ്ട് എന്ന്. ഈ ആയത്ത് കണ്ടാൽ നിങ്ങളൊരിക്കലും മുഖമെന്ന് വിശ്വസിച്ചു പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നിങ്ങളതിനെ ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് മുഖമെന്ന അർത്ഥം പറയാൻ പാടില്ല, മറിച്ച് അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം പറയുക. അങ്ങനെ ഒരു 2 വ്യാഖ്യാനമുണ്ട്. അവൻ്റെ ദാത്ത് തന്നെയാണ് വജ്ഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ് പഴച്ച കക്ഷികളുടെ മറ്റൊരു വാദം. 2 ദുർവ്യാഖ്യാനങ്ങളാണ് അവർ ഇതിന് പ്രധാനമായും പറഞ്ഞത്. ഒന്ന്, വജ്ഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം ദാത്ത്. ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ അതിനർത്ഥം പറയാം. അള്ളാഹുവിന് ദാത്തുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കും. അഹ്ലുസുന്നത്തും പടച്ച അശരിയാക്കളൊക്കെ വിശ്വസിക്കും. അതുകൊണ്ടാണ് അശരിയാക്കൾ അവരുടെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കണത് ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കേൽക്കുക. ഇത് റുബൂബിയത്തിൽ പങ്കേൽക്കുക മാത്രമേ ഉള്ളൂ. അത് പോരാ, ശിർക്കിൻ്റെ താരീഫ് അതല്ല. എന്തായാലും അർത്ഥം അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ സത്തയിൽ അള്ളാഹുവിൻ്റെ ദാത്ത് പോലെ വേറൊരു ദാത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. ശരിയാണ്, ഷിർക്കന്നെ, തർക്കമൊന്നുമില്ല. സിഫാത്തിൽ പങ്കേൽക്കുക, അള്ളാഹിൻ്റെ സിഫത്ത് പോലെ വേറൊരാൾക്ക് സിഫത്തിനെന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. ശരിയാണ്, തർക്കമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അഫ്ആൽ, അള്ളാഹ് ചെയ്യുന്നത് പോലെ വേറെ ആരെങ്കിലും ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അതും ഷിർക്കാണ്, അതിനും തർക്കമില്ല. ഇബാദത്തിലെ ഷിർക്ക് എവിടെ വിട്ടേ? ഇബാദത്തിലെ ഷിർക്ക് എവിടെ? നിങ്ങളെ താരീഫിൽ അത് വരുന്നില്ല, നിങ്ങൾ ഈ നിർവചനത്തിൽ അത് വരുന്നില്ല. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ
പടപ്പുകളുടെ പ്രവർത്തനത്തിൽ വരുന്ന ശിർക്ക്. ഇത് അള്ളാഹിനെക്കുറിച്ച് അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ, അതിലെ ശിർക്ക് മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞതിൽ വരുന്നുള്ളൂ. അത് റുബൂബിയത്തിലെ തൗഹീദ് മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ. അത് അബൂജഹലും അംഗീകരിച്ചതാണ്. അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളാഹുണ്ട്, അള്ളാഹിനെ പോലെ ഒരു അള്ളാഹുണ്ട് എന്ന് അബൂജഹൽ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ പോലെ വേറെ അള്ളാഹു ഇല്ല, അതവർക്കറിയാം. പക്ഷേ അങ്ങോട്ട് നൽകുന്നതിൽ, പടപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് മാത്രം നൽകേണ്ടതിൽ അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു, വേറെ ആളുകൾക്കും അത് കൊടുത്തു. അത് ഇപ്പറഞ്ഞ ദാത്തിലോ സിഫാത്തിലോ അഫാലിലോ പങ്കെടുക്കുക എന്നുള്ള നിർവചനം പറഞ്ഞാൽ വരൂല, അത് വരുന്നില്ല, അത് പോരാ. പക്ഷെ ശരിയാക്കളുടെ നിർവചനം അതാണ്. അവരുടെ ഇമാമുമാർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അർത്ഥം ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രം. ആ നിർവചനപ്രകാരം അബൂജഹൽ തൗഹീദ് അംഗീകരിച്ച ആളായി എന്ന് പറയേണ്ടി വരും. കാരണം സൃഷ്ടിക്കുന്ന അള്ളാഹു മാത്രം എന്നാണ് അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും മുശ്രിക്കുകളൊക്കെ പറഞ്ഞത്. പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നർത്ഥം. എന്നാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ് അർത്ഥം. അതാണ് അർത്ഥം. അപ്പോൾ നോക്കൂ, ഈ ഇതുപോലെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർത്താലാണ് ശിർക്ക് എന്നാണ് അവർ പറയുക. ആ താരീഫ് പോരാ, അത് മതിയാവുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്തിനാണ്, അള്ളാഹ്ക്ക് ദാത്തുണ്ട് എന്നതിൽ ആർക്ക് തർക്കമില്ല, നമുക്കോ ശരിയാക്കൾക്കോ തർക്കം ഇല്ല. ശരി, ദാത്ത് തന്നെയാണ് വജ്ഹ് എന്ന് ഇവർ പറയുന്നു. വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാത്ത് തന്നെ അല്ല. അള്ളാഹിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ അല്ല. മുഖം അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. നിങ്ങളിങ്ങനെ വ്യാഖ്യാനിച്ചാൽ ബാക്കിയെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിക്കാമല്ലോ. അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തന്നെ എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അതും അള്ളാഹു തന്നെ. പിന്നെ ഏത് സിഫത്ത് ബാക്കിയുണ്ടാവും? അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങൾ ബാക്കിയുണ്ടാവും? ശരിയല്ല, അങ്ങനെ അർത്ഥമില്ല. രണ്ടാമത്തെ അവരുടെ ദുർവ്യാഖ്യാനം എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്നാണ് അർത്ഥം. അല്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നാൽ അള്ളാഹുവിൻ്റെ വജ്ഹ് എന്ന് തന്നെയാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ മുഖം എന്ന് തന്നെയാണ് അർത്ഥം. അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് വിശ്വസിച്ചാൽ എന്താണ് ഈ പിഴച്ച കക്ഷികൾ പറയുന്നത്? അങ്ങനെ വിശ്വസിച്ചാൽ ഒരാൾ ദലാലത്തിനാണ്, വഴികേടിനാണ്, ചിലപ്പോൾ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകും. കാരണം അള്ളാഹ്ക്ക് ഇല്ലാത്ത വിശേഷം അള്ളാഹ്ക്ക് പറഞ്ഞാൽ കാഫറാണെന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതുമ്പോൾ സഹാബത്തിനത് പറഞ്ഞു കൊടുത്തില്ല? സഹാബത്തിനത് പറഞ്ഞു കൊടുത്തില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് നിരന്തരം പറഞ്ഞു കൊടുത്തത് അള്ളാഹുവിന് വജ്ഹുണ്ട് എന്നാണ്. അത് കാണാനുള്ള ആഗ്രഹം ജനിപ്പിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് എന്താണ്? വഅസ്അലുക ലദ്ദത നദർ ഇലാ വജ്ഹിക്, അള്ളാഹു നിൻ്റെ വജ്ഹ്, നിൻ്റെ മുഖം അത് കണ്ടാസ്വദിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചത്, അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇതാണ് അള്ളാഹുവിൻ്റെ വജ്ഹ്, അവൻ്റെ മുഖമെന്ന വിശേഷണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള. അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് വിശ്വസിക്കുക. അവൻ്റെ ദാത്തിയായ, അവൻ്റെ സത്തയിലുള്ള അവൻ്റെ വിശേഷണമാണ്. അവൻ വജ്ഹുള്ളവനാണ്, അവനൊരു മുഖമുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അത് ഏറ്റവും ഭംഗിയുള്ളതാണ്, അത് ഏറ്റവും ഭംഗിയുള്ളതാണ്, അത് ഏറ്റവും പ്രകാശമുള്ളതാണ്. അള്ളാഹു ആ മുഖം റബ്ബ് സുബ്ഹാനഹു വതആല അത് വെളിപ്പെടുത്തി കൊടുക്കും സ്വർഗവാസികൾക്ക്. അത് കാണുക എന്നത് നമ്മുടെ ആഗ്രഹമായിരിക്കണം, നമ്മുടെ ആഗ്രഹമായിരിക്കും അവൻ്റെ വജ്ഹ് കാണുക എന്നത്. ഇപ്പോൾ നോക്കൂ, ഇതാണ് അള്ളാഹുവിൻ്റെ വജ്ഹിനെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഉദ്ധരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ യദ് അഥവാ അവൻ്റെ കൈകൾ എന്ന അവൻ്റെ വിശേഷണം വന്നിട്ടുള്ള ആയത്തുകളാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അശ്അരി മദ്ഹബിലുള്ള, ആ പിഴച്ച മദ്ഹബിലുള്ള മുസ്ലിയാക്കന്മാർ അഹ്ലുസുന്നത്തിനെ പരിഹസിക്കാൻ പറയുന്ന വാക്കാണ്. അവരുടെ ആ പിഴച്ച നാവുകൾ കൊണ്ട് പറയുകയാണ്, ഇവരുടെ അള്ളാഹു എന്നാൽ കൈയുള്ള അള്ളാഹ്, കാലുള്ള അള്ളാഹ്. കേട്ടിട്ടില്ല നിങ്ങൾ മുസ്ലിയാക്കന്മാർ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് എന്ത് വിലയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്? കൈയുള്ള അള്ളാഹ്, കാൽ, ഇവരുടെ അള്ളാഹ്, അങ്ങനെയുള്ള വേറെ ഏതൊരു റബ്ബിനാണ് ഇവർ പൂജിക്കുന്നത് വഹാബികൾ എന്ന് വരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെക്കാറുണ്ട്. ലാ ഇലാഹ, എവിടെയൊക്കെ പോയി ഇത് തട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ യദ്, അള്ളാഹുവിൻ്റെ രിജിൽ. കൂട്ടരെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ഖുർആനിൽ വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ വന്നതാണ്. നമ്മളാരും പറഞ്ഞതല്ല. നിങ്ങളെങ്ങനെയാണത് പരിഹസിക്കുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റബ്ബിനാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. അള്ളാഹു അവൻ്റെ കിതാബിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് കാണാം. ഖുർആനിലും ഹദീസിലും അതുപോലെ സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും വാക്കുകൾ എടുത്താൽ 100 കണക്കിന് തെളിവുകൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ കരങ്ങൾ, അള്ളാഹുവിൻ്റെ കൈകൾ എന്ന വിശേഷണം. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം അതിൽ 2 ആയത്തുകൾ ഉദ്ധരിച്ചിരിക്കുന്നു. ഒന്ന് സൂറത്തു സാദിൽ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞതായി നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇബ്ലീസിനോട് റബ്ബ് ചോദിച്ചു, മാ മനഅക, ഇബ്ലീസ് നിനക്കെന്തേ തടസ്സം, അൻ തസ്ജുദ, സുജൂദ് ചെയ്യാൻ, ലിമാ ഖലഖതു, ഞാൻ സൃഷ്ടിച്ചവന് സുജൂദ് ചെയ്യാൻ, ബിയദയ്യ, എന്താണ് ബിയദയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ 2 കൈകൾ കൊണ്ട്, ബിയദയ്യ എൻ്റെ 2 കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ എന്തേ നിനക്ക് തടസ്സം? അള്ളാഹു ചോദിക്കാൻ. നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു അവൻ്റെ 2 കൈകൾ കൊണ്ട് പടച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, അള്ളാഹുവിന് കൈകളില്ല എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ഉപ്പാനെ വിലയിടിച്ച് കാണിച്ചിരിക്കുന്നു. ആരാണ് അവൻ്റെ ഉപ്പ? ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ മുഴുവൻ പിതാവ്. ആദം നബിയുടെ വലിയ ശ്രേഷ്ഠതയാണ് എന്ത്? 2 കൈകൾ എന്ന്. 2 കൈകൾ കൊണ്ട് അള്ളാഹു ആദം നബിയെ പടച്ചു എന്നത്. അസ്തഗ്ഫിറുല്ലാഹ്. ശരി, ഇവർ ഈ പറയുന്നത് ശരിയാണ് എങ്കിൽ ഇബ്ലീസ് പറയണമല്ലോ. ഇവർ പറയുന്നത് കൈകൾ എന്ന് പറഞ്ഞാൽ അവിടെ ശക്തി എന്നർത്ഥം പറയണം, കഴിവ് എന്നർത്ഥം പറയണം എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇബ്ലീസ് റബ്ബിനോട് ചോദിക്കൂലേ, റബ്ബേ എന്നെ നീ നിൻ്റെ ശക്തി കൊണ്ടാണല്ലോ പഠിച്ചത്, നിൻ്റെ കഴിവ് കൊണ്ടാണല്ലോ പഠിച്ചത്, പിന്നെ ആദമിന് എന്ത് പ്രത്യേകത എന്ന് ഇബ്ലീസ് ചോദിക്കണം. ഇബ്ലീസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ആദം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ പ്രത്യേകതയാണ് അള്ളാഹു അവൻ്റെ 2 കരങ്ങൾ കൊണ്ട് ആദം അലൈഹിസ്സലാമിനെ പടച്ചു എന്ന്. സഹാബത്തിൽ ചിലർ അത് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കൈകൾ കൊണ്ട് പടച്ച 4 പടപ്പുകളെ കുറിച്ച്. അർശ്, അതുപോലെ ഖലം, ആദം, ജന്നത്തു അദ്ൻ. ബാക്കിയുള്ളവയെ ബാക്കിയുള്ളതിനോട് അള്ളാഹു പറഞ്ഞു കുൻ ഫയക്കൂൻ, ഫക്കാൻ, കുൻ ഫക്കാൻ. ബാക്കിയുള്ളതിനോട് അള്ളാഹു ഉണ്ടാകും എന്ന് പറഞ്ഞു, അപ്പോൾ അതുണ്ടായി. എന്നാൽ അള്ളാഹു അവൻ്റെ കൈ കൊണ്ട് പടച്ചതാണ് ആദം അലൈഹിസ്സലാമിനെ, അവൻ്റെ അർശിനെ, അതുപോലെ ഖലമിനെ, പിന്നെയോ ജന്നത്തു അദ്ൻ. ജന്നത്തു അദ്ൻ എന്ന് പറഞ്ഞാൽ ജന്നത്തു ഇഖാമ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പ്. അള്ളാഹു അവൻ്റെ കൈ കൊണ്ട് പടച്ചു എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും പറഞ്ഞത് കാണാം. സഹാബത്തിൻ്റെ അതുപോലുള്ള വാക്കുകൾ അത് വഹീൻ്റെ പിൻബലമല്ലാതെ പറയാൻ സാധിക്കാത്ത വാക്കുകളാണ്. അങ്ങനെയുള്ള ഹദീസുകൾക്ക് പറയും മൗഖൂഫാണ്, അഥവാ സഹാബി പറഞ്ഞതാണ്. പക്ഷേ ലഹു ഹുക്മുൽ മർഫൂ', നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിധിയാണ് അതിനുള്ളത്. നബിയിലേക്ക് ചേർത്തി പറഞ്ഞ ഹദീസുകൾ അതേ വിധി അതിന് ബാധകമാണ്. കാരണം അത്തരം കാര്യങ്ങൾ സഹാബത്തിന് എന്ത് പറയാൻ കഴിയില്ല? ഇജ്തിഹാദ് നടത്തി ഗവേഷണത്തിലൂടെ പറയാൻ കഴിയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വാക്ക് കിട്ടാതെ അവർക്കത് പറയാൻ കഴിയില്ല. ഇത്തരം ഗൈബിയായ കാര്യങ്ങൾ ഒരു സഹാബിയിലേക്ക് സഹീഹായ സ്ഥാനത്തോടെ വന്നാൽ അത് മൗഖൂഫാണ്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സഹാബിയിലെത്തി നിൽക്കുന്നത്. നബിയിലേക്ക് എത്തിയാൽ അത് മർഫൂ എന്ന് പറയും. പക്ഷെ അത് മൗഖൂഫാണെങ്കിലും ലഹു ഹുക്മുൽ മർഫൂ', മർഫൂഇൻ്റെ വിധിയാണ് അതിന് ബാധകം. കാരണം അത്തരം കാര്യങ്ങൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും സ്വന്തം ഗവേഷണത്താൽ പറയുക എന്നത് സംഭവ്യമല്ല. അപ്പോൾ നോക്കൂ, റബ്ബ് അവൻ്റെ 2 കരങ്ങൾ കൊണ്ട് ആദം അലൈഹിസ്സലാമിനെ പടക്കുകയുണ്ടായി. മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദൈ. 2ാമത്തെ ആയത്ത് ഏതാണ്? ഷെയ്ഖുൽ ഇസ്ലാമിയുടെ ഉദ്ധരിച്ച സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. വഖാലത്തിൽ യഹൂദ്, യഹൂദികൾ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ അത് ബന്ധിക്കപ്പെട്ട കൈയാണ്. അള്ളാഹു പറഞ്ഞു ഗുല്ലത്ത് ഐദീഹിം, അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ. വലുഇനു ബിമാ ഖാലു, അവരാ പറഞ്ഞതിന് ശപിക്കപ്പെട്ടിരിക്കുന്നു. ബൽ, മറിച്ച് യദാഹു, അള്ളാഹുവിൻ്റെ 2 കരങ്ങൾ മബ്സൂതതാൻ, നീട്ടിപ്പിടിച്ച കരങ്ങളാണ്. അള്ളാഹുവിൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ച കരങ്ങളാണ്. യുൻഫിഖു കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അത് ചെലവഴിക്കുന്നു. നേരത്തെ വജ്ഹിനെ കുറിച്ച് പറഞ്ഞതുപോലെ മനസ്സിലാക്കുക. അള്ളാഹുവിന് 2 കരങ്ങളുണ്ട് എന്ന് ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്നു.
എന്താണ് കൈ? യദ് എന്ന് പറഞ്ഞാൽ, യദ് എന്ന് കേട്ടാൽ എന്താണ് അർത്ഥം? പടപ്പിലേക്കോ പടച്ച റബ്ബിലേക്കോ ചേർത്തി പറയുന്നതിന് മുൻപ് ഒന്നിലേക്കും ചേർത്തണ്ട. കൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്കെല്ലാവർക്കും അറിയാം കൈ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം. പിന്നെയോ അതിൻ്റെ രൂപം എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത് ആരിലേക്ക് ചേർക്കുന്നോ അതിനനുസരിച്ചാണ്. പടപ്പിലേക്കാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അത് ഈ രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനുഷ്യനല്ലാത്ത മറ്റു വല്ല വസ്തുക്കളുടെയും കൈ, ഒരു വാഴയുടെ കൈ എന്ന് പറയുകയാണ്, അത് ഈ കൈയല്ല, അത് വേറെ കൈയാണ്. ആ പടപ്പിന് യോജിച്ച, ഇത് പടപ്പുകൾ തമ്മിൽ തന്നെ ഇങ്ങനെയാണ്. വേറൊരു പടപ്പിലേക്ക് ചേർത്തിയാൽ അതുപോലെയല്ല മറ്റൊരു പടപ്പിലേക്ക് ചേർത്തിയാൽ. എങ്കിൽ പിന്നെ എങ്ങനെയാണ് പടച്ച റബ്ബിൻ്റെ കൈകൾ അത് സൃഷ്ടികളുടെ കൈകൾ പോലെയാവുക? ഒരിക്കലുമല്ല. മറിച്ച് അവൻ്റെ മഹത്വത്തിന് യോജിച്ച കൈകളാണ്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച കാര്യങ്ങൾ. അർത്ഥം എന്താണ്? കൈകളെന്ന് തന്നെ. അള്ളാഹു ആ കൈകൾ കൊണ്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതുകൊണ്ട് ചുരുട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 ആകാശങ്ങൾ അവൻ്റെ വലത് കൈയിൽ ചുരുട്ടി പിടിക്കും. അള്ളാഹു അക്ബർ. ചിന്തിച്ചു നോക്കൂ, 7 ആകാശങ്ങൾ അള്ളാഹു അവൻ്റെ കയ്യിൽ ചുരുട്ടി പിടിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കൈ? എങ്ങനെയാണ് അത് കണ്ടാൽ, അത് കേട്ടാൽ നിനക്കത് പടപ്പിനെ പോലെ ആയിപ്പോകും? അള്ളാഹു ആ കൈ ഉണ്ടെന്ന് പറഞ്ഞാൽ പടപ്പിനെ പോലെ ആയിപ്പോകും എന്നൊക്കെ പറയാൻ സാധിക്കും. അള്ളാഹു ഖുർആനിൽ മലായിക്കത്തിന് കൈകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലായിക്കത്തിന് കൈകളുണ്ട് എന്ന് ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വൽ മലായിക്കത്തു ബാസിതു ഐദീഹിം. മലക്കുകൾ മോശക്കാരായ ആളുകൾ മരിപ്പിക്കുമ്പോൾ അവരുടെ കൈകൾ ഇവർക്ക് നേരെ നീട്ടിപ്പിടിക്കും. നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കും നമ്മൾ കൈ പോലത്തെ കൈയാണത് എന്ന്? ആ മലക്കുകളുടെ കൈ ഇല്ല, അത് അവർക്ക് യോജിച്ച കൈകളാണ്. അവർ പടപ്പുകളാണ്, സൃഷ്ടികളാണ്. എങ്കിൽ പോലും നമ്മുടെ കൈകൾക്ക് യോജിച്ച കൈകളല്ല അത്. പിന്നെ എങ്ങനെയാണ് റബ്ബിൻ്റെ കൈകൾ പടപ്പുകളെ പോലെ ആവുക? എന്താണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്? കാരണം അള്ളാഹ്ക്ക് കൈകളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളെ പോലെ ആയിപ്പോകും. അതുകൊണ്ടത് പറയാൻ പാടില്ല. പറഞ്ഞവൻ ദലാലത്തിലാണ് എന്നാണ് ഇവരുടെ വാദം. അശാരിയാക്കളുടെ, പിഴച്ച കക്ഷികളുടെ വാദം. ജഹ്മിയാക്കളിൽ നിന്ന് അവർ കടമെടുത്തതാണ്. ജഹ്മികൾ എന്ന് പറയുന്ന പഴയകാലത്തെ ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്നവൻ്റെ അനുയായികൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ചവർ, അതിൽ നിന്ന് കടം കൊണ്ടതാണിവർ. ശരി, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ല? നിങ്ങൾ ഈ പറയുന്ന വാദമാണെങ്കിൽ. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉറപ്പിക്കുന്ന രൂപത്തിലാണ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ഭൂമിയെ ചുരുട്ടിപ്പിടിക്കും എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് അവിടുത്തെ കൈ ഇങ്ങനെ പിടിച്ച് കാണിക്കുകയാണ്. സഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പേടിച്ചു പോയി, നബി മിമ്പറിൽ നിന്ന് വീണു പോകുമോ എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ കൊണ്ട് കുട്ടികൾ പന്തെറിയുന്നത് പോലെ കാണിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഭൂമിയെ എടുക്കും, ആകാശങ്ങളെ ചുരുട്ടിപ്പിടിക്കും എന്ന് പറയുമ്പോൾ എന്തിനാണത്? അതിന് പറയും അതൊരിക്കലും ഈ കൈ പോലെയാണ് റബ്ബിൻ്റെ കൈ എന്ന് പറയാനല്ല, മറിച്ച് അത് തഹ്ഖീഖുസ് സിഫ, ആ സിഫത്ത് അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൈകളാണ്. കൈ എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്, മറ്റൊന്നുമല്ല അതിൻ്റെ അർത്ഥം എന്നറിയിക്കാനാണ്. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണിച്ചത്. അതല്ലാതെ ഈ കൈ ആ കൈ പോലെയാണെന്ന് പറയാനല്ല. തഹ്ഖീഖുസ് സിഫ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൈകളെന്നാൽ അത് കൈകളെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിന് മറ്റെന്തെങ്കിലും അർത്ഥം പറയാൻ പാടില്ല. പിഴച്ച അർത്ഥങ്ങൾ പറഞ്ഞുകൂടാ. അള്ളാഹു റസൂലും പറയാത്ത അർത്ഥം പറയാൻ പാടില്ല അതിന്. ഇവർ പറയും അർത്ഥമേ പറഞ്ഞുകൂടാ എന്ന്. അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിക്കാൻ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ 2 വഴികളാണ് ഇവർക്കുള്ളത്. ഒന്ന് തഅ്വീൽ, മറ്റൊന്ന് തഫ്വീർ. തഅ്വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തഅ്വീൽ എന്നാൽ വ്യാഖ്യാനിക്കുക, വേറെ എന്തെങ്കിലും അർത്ഥം പറയുക. അതിൻ്റെ ഭാഗമാണ് ഈ അള്ളാഹിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഇവർ പറയും അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ശക്തി. അള്ളാഹുവിൻ്റെ ശക്തി കൂട്ടർ എങ്ങനെ ശരിയാവും അത്? കാരണം അള്ളാഹു ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ 2 കൈകൾ കൊണ്ട് പടച്ചു എന്നാണ്. ഖുവത്ത് എന്ന അർത്ഥം പറഞ്ഞു നോക്കി നിങ്ങൾ, ശക്തി എന്ന അർത്ഥം പറഞ്ഞു നോക്കി, എന്താവും അപ്പം അർത്ഥം? എൻ്റെ 2 ശക്തി കൊണ്ട് പടച്ചത്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശക്തി അത് 2 എണ്ണം എന്ന് പറയാൻ സാധിക്കുക? അള്ളാഹു പറഞ്ഞു വ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ, ശക്തി മുഴുവൻ അള്ളാഹുവിൻ്റെതാണ് എന്നാണ് റബ്ബ് പറഞ്ഞത്. ശരി, മറ്റൊരർത്ഥം എന്താണ് അവർ പറഞ്ഞത്? അനുഗ്രഹം എന്നർത്ഥം. അനുഗ്രഹം എന്ന അർത്ഥം നിങ്ങൾ പറഞ്ഞു നോക്കി, എൻ്റെ 2 അനുഗ്രഹം കൊണ്ട് പഠിച്ചത് എന്ന് എങ്ങനെ ശരിയാവും? അള്ളാഹു നിഅമത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ? വഇൻ തഅഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ
അത് കൃത്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എങ്ങനെ ശരിയാകും? പോട്ടെ, ഇതേ അർത്ഥം നമ്മൾ ഖുർആനിൽ വേറെ സ്ഥലത്ത് കൈകളിൽ നിന്ന് വന്നിടത്തൊക്കെ വെച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അള്ളാഹു പറഞ്ഞു, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിച്ചാണിൻ്റെയും പെണ്ണിൻ്റെയും ഐദി നിങ്ങൾ മുറിച്ചു കളയുക. ശരി, ഒരു കള്ളം പറയാണ്, എൻ്റെ കൈ വെട്ടാൻ കഴിയില്ല. എന്താ കാരണം? യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നല്ല അർത്ഥം, അത് ശക്തിയാണ്. എന്നെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, അല്ലെങ്കിൽ 2 അടിയൊന്ന് വിട്ടാൽ മതി, അല്ലെങ്കിൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. നിങ്ങൾ തരുന്നെന്തെങ്കിലും എനിക്ക് ഇനി തരാതിരുന്നാൽ മതി എന്നൊരാൾ വ്യാഖ്യാനിച്ചാലോ? വല്ലാഹി അള്ളാഹുവാണ് ആ കള്ളൻ്റെ വ്യാഖ്യാനത്തെക്കാൾ മോശമാണ് നിങ്ങളുടെ വ്യാഖ്യാനം. കാരണം അവൻ അള്ളാഹിൻ്റെ ഒരു ഹുക്മിനെ കുറിച്ചാണ് ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനം നടത്തുന്നത്. നിങ്ങൾ അള്ളാഹിനെ കുറിച്ചാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത്. അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തിൽ ദുർവ്യാഖ്യാനം നടത്തുക അഖീദയിൽ, അതാണ് ഇതിനേക്കാളും വലുത്. ഇതിനേക്കാളും വലുത് അതാണ്. അപ്പം സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അർത്ഥം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? തഅ്വീലിന് വിട്ടുകൊടുത്താൽ, ആളുകൾക്ക് തോന്നുന്ന വ്യാഖ്യാനത്തിന് വിട്ടുകൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. എന്തും വ്യാഖ്യാനിക്കാമെന്ന സ്ഥിതി വരും. അതിനൊരു ഒരു മാനദണ്ഡം വേണ്ടേ? എന്തെങ്കിലും ഒരു വെല്ലും പറിക്കും വേണ്ടേ? ശരിയല്ല. ഖുർആനും സുന്നത്തും നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അപ്പം തഅ്വീലാണ് ഇവരുടെ ഒന്നാമത്തെ വഴി, നിഷേധിക്കാൻ. രണ്ടാമത്തെ വഴി എന്താണ്? അതാണ് തഫ്വീദ് എന്ന വഴി. തഫ്വീദ് ഇത് സുബ്ഹാനല്ലാഹ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള വഴിയാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇതാണ് സലഫിൻ്റെ മാർഗം, മുൻഗാമികളുടെ മാർഗം ഇതാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്താ ഇവർ തഫ്വീദ് എന്ന് പറയുന്നത്? തഫ്വീദ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. എൻ്റെ അർത്ഥം നമുക്കറിയില്ല, അള്ളാഹ്ക്ക് മാത്രം. കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഒരാൾക്ക് എന്ത് തോന്നും? എത്ര നല്ല അഭിപ്രായം, എത്ര നല്ല വാദമാണ്. അല്ല, തഅ്വീൽ പോലെ അതിൻ്റെ ഒട്ടും പിന്നിൽ പോകാത്ത പിഴച്ച വാദമാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർ പറയുന്നത് ഇതിൻ്റെ അർത്ഥം അള്ളാഹ്ക്ക് മാത്രം അറിയാം. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അർത്ഥമുണ്ടല്ലോ, അതല്ല അതിൻ്റെ അർത്ഥം. വായിക്കുമ്പോൾ യദ് എന്ന് പറയുമ്പോൾ കൈ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, വജ്ഹ് എന്ന് പറയുമ്പോൾ മുഖം എന്നാണല്ലോ മനസ്സിലാകുന്നത്. അതിൻ്റെ നേർക്കേറുള്ള അർത്ഥം അതല്ല അർത്ഥം. അത് വിശ്വസിച്ചാൽ ഒരാൾ വഴികേടിലാണ് എന്നാണ് അവരുടെ വാദം. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല അവരുടെ വാദപ്രകാരം. അള്ളാഹിനെ കുറിച്ച് ഇത്രയും ഈ ആയത്തുകൾ ഓതി പറഞ്ഞ, ഹദീസുകൾ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അള്ളാഹിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഖുർആൻ? പിന്നെ അത് ബയാനാണ്, വ്യക്തമായ വിവരണമാണ്. ഖുർആനിൽ അല്ലാഹു കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുക. അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം വിശ്വസിച്ചാൽ ഒരാൾ പഴച്ചു പോകുമെങ്കിൽ അതെങ്ങനെയാണ് ഹിദായത്തിൻ്റെ കിതാബാവുക? നേർക്ക് നേരെയുള്ള അർത്ഥം വിശ്വസിച്ചാൽ പഴച്ചു എന്നാണ് ഇവർ പറയുന്നത്. അതെങ്ങനെ ഹിദായത്തിൻ്റെ കിതാബാകും? പിന്നെ അല്ല, അതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇവർ ഈ പറയുന്നത് ഇതല്ല സലഫിൻ്റെ മനഹജ്, മുൻഗാമികളുടെ മനഹജ് ഇതല്ല. മുൻഗാമികളുടെ മനഹജ് ഇമാം മാലിക് പറഞ്ഞതാണ്. ഇമാം മാലിക്കിന് മുൻപേ ഉള്ളവരിൽ നിന്ന് വരെ അത് റിവായത്ത് വന്നിട്ടുണ്ട്. ഇസ്തിവാഉ, അള്ളാഹു ആരോഹണം ചെയ്യുക എന്ന് പറയും, അത് മഅലൂം ഗൈറു മജ്ഹൂൽ, അത് അറിയാത്തല്ല, അത് അറിയാമെന്നാണ് പറയുന്നത്. അള്ളാഹ്ക്ക് മാത്രം അറിയുന്നല്ല, കൈഫിയത്താണ് അള്ളാഹ്ക്ക് മാത്രം അറിയുക. എങ്ങനെ അള്ളാഹുവിൻ്റെ കൈകൾ എന്നാൽ അതെങ്ങനെ അള്ളാഹുവിനെ അറിയും? പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഏതെന്ന് പറയാൻ നമുക്കറിയാം. ഇവിടെയാണ് സുബ്ഹാനല്ലാഹ് അശ്അരിയാക്കളുടെ ഒരു വമ്പിച്ച വിവരക്കേട് നിങ്ങൾ അറിയേണ്ടത്. ഇവരുടെ പല കിതാബുകളിലും ഇവരുടെ ഇമാമുമാരെന്ന് പറയുന്നവർ എഴുതി വെച്ചതാണ്. അവർ പറയും അള്ളാഹിൻ്റെ സിഫത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, അള്ളാഹിൻ്റെ വിശേഷങ്ങളുടെ കാര്യത്തിൽ തരീഖത്തു സലഫ്, മുൻഗാമികളുടെ മാർഗം, അതാണ് അസ്ലം, അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. കേൾക്കണം. ബാക്കി ഇത് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എത്ര നല്ല കൗലാണ്. തരീഖത്തു സലഫി അസ്ലം. ബാക്കി എന്താണെന്ന് അറിയുമോ? തരീഖത്തുൽ ഖലഫി അഅലം വ അഹ്കം. പക്ഷേ പിൽക്കാലക്കാരുടെ വഴിയുണ്ടല്ലോ, അതാണ് അഅലം, കൂടുതൽ അറിവുള്ള, വഹ്കം, ഏറ്റവും ഹിക്മത്തുള്ള വഴി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പറയുന്ന ഖൗമിന് സലഫിൻ്റെ തരീഖത്തും മനസ്സിലായിട്ടില്ല, ഖലഫിൻ്റെ തരീഖത്തും മനസ്സിലായിട്ടില്ല. കാരണം സലഫിൻ്റെ തരീഖത്ത് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്, തഫ്വീദാണ്. കാരണം അവർ അർത്ഥം പറഞ്ഞില്ല എന്നാണ്. പിന്നെയോ പിൽക്കാലക്കാരുടെ വഴി എന്താ? തഅ്വീലാണ്, വ്യാഖ്യാനിക്കുക, വേറെ അർത്ഥം പറയുക. അത് നല്ല അറിവ് കൂടിയ, ഹിക്മത്ത് കൂടിയ വഴിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിവരക്കേട് ചിന്തിച്ച് നോക്കിയെങ്കിൽ ഇവരുടെ വലിയ വലിയ കിതാബുകളിലുള്ളതാണ്. പേരോട് മനസ്സിലാക്കി ഇരുന്ന് ന്യായീകരിക്കണ്ടല്ലോ, അശാരിയത്ത് ന്യായീകരിച്ച് സംസാരിക്കണ്ടല്ലോ, നിഷേധിക്കട്ടെ അയാളെപ്പോലുള്ള ആളുകൾ. നിങ്ങളുടെ ആളുകളുടെ കിതാബുകളിലുള്ളതാണിത്.
തരീഖത്തു സലഫി അസ്ലം തരീഖത്തുൽ ഖലഫി അഅലം വഅഹ്കം. ഈ വിവരക്കേട്, ഈ ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കാത്ത ഈ ദലാലത്ത്, പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എന്താണ് സത്യം? നമ്മൾ പറയും, അഹ്ലുസുന്ന പറയും, തരീഖത്തു സലഫി അസ്ലം വഅഅലം വഅഹ്കം. സലഫിൻ്റെ മാർഗം അതാണ് ഏറ്റവും സുരക്ഷിതമായ, അതാണ് ഏറ്റവും അറിവുള്ള, ഏറ്റവും ഹിക്മത്തുള്ള വഴി. അത് അവരുടേതാണ്, അല്ലാതെ നിങ്ങളുടേതല്ല. അവരുടെ വഴി എന്താണ്? ഈ പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞ അതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതുപോലെ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ വിശ്വസിക്കുക. എങ്ങനെ എന്നത് നമുക്ക് അറിയുകയില്ല, അതിനെ നിഷേധിക്കാൻ പാടില്ല. എന്നാൽ ഈ ഖൗം അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. ഒന്നിക്കിൽ വേറെ അർത്ഥം കൊടുത്തു, അല്ലെങ്കിൽ അർത്ഥം ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതോടൊപ്പം അവർ പറയും അതിൻ്റെ ലാഹിറായ നേർക്കുനേരെ കിട്ടുന്ന അർത്ഥം വിശ്വസിച്ചാൽ ഒരാൾ പഠിച്ചു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ ദീനാണോ ജനങ്ങൾ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹാബത്തിനോട് പറയുകയാണ്, യദ്ഹകു റബ്ബുന, അള്ളാഹു ചിരിക്കുന്നു. ഒരു കൂട്ടർ അവർ ക്ഷാമത്തിലകപ്പെട്ട് പ്രയാസപ്പെട്ട് നിരാശരാവുകയാണ്. എന്നാൽ അവർക്കുള്ള മോചനം, അവർക്ക് ലഭിക്കാനിരിക്കുന്ന മഴ അടുത്തുണ്ട് എന്ന് റബ്ബിനറിയാം. അങ്ങനെ ആ ജനങ്ങളോട് റബ്ബ് ചിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് നബിയിൽ നിന്ന് കേട്ടപ്പോൾ അബൂ റസീൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ചോദിക്കാൻ, അവ യദ്ഹഖു റബ്ബ്, നബിയെ റബ്ബ് ചിരിക്കുമോ? സഹാബി ചോദിക്കാൻ, അവ യദ്ഹഖു റബ്ബ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്? ഈ അശരിയാക്കയുടെ വാദപ്രകാരം എന്ത് നബി മറുപടി പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നബി പറഞ്ഞു, നഅം, അതെ. അബൂ റസീൻ റളിയല്ലാഹു അൻഹു പറയാൻ, ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറാ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്നൊരു ഖൈറും നഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ പേടിക്കുന്നില്ല. ഇതാണ് സഹാബത്ത് വിശ്വസിക്കുന്നത്. ഇത് വായിക്കുന്ന നേർബുദ്ധിയുള്ള ഒരു കുട്ടി പറയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവരുടെ വാദമാണ്? അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല, നേർക്ക് നേരുള്ള അതിൻ്റെ അർത്ഥം വിശ്വസിച്ചാൽ പഴച്ചു പോവും. സഹാബത്ത് ചോദിക്കണം, നബിയെ റബ്ബ് ചിരിക്കുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതെ. എന്താ ഈ ഖൗമ റബ്ബിൻ്റെ ദഹിക് എന്ന സിഫത്ത് അംഗീകരിക്കുമോ ഇവർ? ഇല്ല. അള്ളാഹു അങ്ങനെ റബ്ബിനെ കുറിച്ച് പറഞ്ഞാൽ റബ്ബ് പടപ്പിനെ പോലെ ആയിപ്പോവും എന്ന് പറയും. അങ്ങനെയല്ല അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം, മറിച്ച് അത് അംഗീകരിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൈകളെന്നാൽ അള്ളാഹുവിൻ്റെ കൈകൾ, അവൻ അതുകൊണ്ട് പിടിക്കും, അവൻ അതുകൊണ്ട് ഉയർത്തും താഴ്ത്തും, അവൻ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അവൻ്റെ കൈകൾ അത് രണ്ടും യമീനാണ് എന്നത്. രണ്ടും യമീനാണ്, ഹദീസിന് വന്നിട്ടുള്ളതാണ്. വക്കിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും വലതുകരങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും വലതുകരങ്ങളാണ്. ഇപ്പോൾ ഇരുന്ന് ന്യായീകരിക്കുന്ന പേരോട് മുസ്ലിയാർ കുറച്ചു കാലം മുമ്പ് അയാൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അത് ആവർത്തിക്കാൻ പോലും നമുക്ക് പ്രയാസമുണ്ട്. അയാൾ മനുഷ്യരിൽ ഒരാളുടെ കൈ പോയാൽ, ഒരു ഭാഗത്ത് കൈ പോയാൽ എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞിട്ട് റബ്ബിൻ്റെ ഈ സിഫത്തിനെ വ്യാഖ്യാനിക്കാൻ അയാളുടെ വാക്കുകൾ ആവർത്തിക്കുന്നില്ല. അത്ര നികൃഷ്ടമായ വാക്കുകളാണ്. എന്നിട്ടാണ് ഇപ്പോൾ കസേരയിൽ ചാരി ഇരുന്നിട്ട് വലിയ ആളായി ചമഞ്ഞ് ആ ശരീഅത്തിൻ്റെ മഹത്വം പറയുന്നത്. അള്ളാഹുവിനെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾക്കൊരു വിലയും കൊടുക്കാതെ നമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചീത്ത വിളിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്കിനെ ഈ രൂപത്തിൽ പുറങ്കാലം കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നവൻ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുന്നതിൽ നമുക്ക് യാതൊരു അത്ഭുതമില്ല. ആ ദുഷിച്ച നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ഭുതമുള്ളൂ. അള്ളാഹുവിനെയും റസൂലിനെയും ഈ രൂപത്തിൽ വിലവെക്കാത്തവൻ്റെ നാവിൽ നിന്ന് മറ്റെന്ത് പുറത്തു വരാനാണ്? ഇപ്പോഴും ഇരുന്നിട്ട് അതാണ് പറയുന്നത്. ഇബ്നു തൈമിയ്യ ചോദിക്കുന്നു, അള്ളാഹ്ക്കെന്താ കയറിയാൽ, അള്ളാഹ്ക്കെന്താ വന്നാൽ? ആണ് നാവ്. നോക്കൂ നിങ്ങൾ, റബ്ബിനെ കുറിച്ച് പറയാം. ഒരു പേടിയില്ലല്ലോ ഈ മനുഷ്യന്. വയസ്സിത്രയായിട്ട് താടി മുടിയൊക്കെ നരച്ചിട്ട് മരിക്കണമെന്ന ചിന്തയില്ലേ? അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹു വരും, അള്ളാഹുവിൻ്റെ കിതാബിലും സ്വലാഹുവിൻ്റെ സുന്നത്തിലുള്ളതാണ്. അത് ഇബ്നു തൈമിയ്യ ഉണ്ടാക്കിയതല്ല, അത് സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതാണ്. ഇബ്നു ഖുസൈമ, നിങ്ങൾ ഷാഫിഈ മദ്ഹബുകാരാണെന്ന് പറയുന്നുണ്ടല്ലോ, ഷാഫിഈ മദ്ഹബിലെ മുഹദ്ദിസുകളിൽപ്പെട്ട ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ കിതാബു തൗഹീദ് എന്നൊരു കിതാബുണ്ട് അദ്ദേഹത്തിന്. പേരോട് കണ്ണൂർന്ന് കണ്ടിട്ടുണ്ടോ? കിതാബു തൗഹീദ് മുഴുവൻ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഇബ്നു ഖുതൈബ ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്.
പോകട്ടെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ, ഇമാമു സുന്ന എന്ത് പറയും പേരോട്? ഇമാം അഹ്മദ് എഴുതിയതിനെ കുറിച്ച്, ബിഷറുൽ മിരീസിക്കും അതുപോലുള്ള പിഴച്ച കക്ഷികൾക്കും പറഞ്ഞ മറുപടിയെക്കുറിച്ച്, അള്ളാഹിൻ്റെ സിഫത്തുകളെക്കുറിച്ച് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു പറഞ്ഞത് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞതിൽ ഒരിക്കലും പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച്. എന്നിട്ട് ഇയാൾ പറയുകയാണെന്ത്? നമ്മൾ അശ്അരി മദ്ഹബ് അങ്ങ് സ്വീകരിച്ചാൽ മതി. തുടക്കത്തിൽ ആദ്യം പറയുന്നത് എന്ത്? നമ്മൾ അള്ളാഹിൻ്റെ ദീനിൽ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല. ഇതേ മനുഷ്യന് അടുത്ത സെക്കൻഡിൽ പറയണെന്ത്? നമ്മൾ അശ്അരി ഇമാമ് പറഞ്ഞത് സ്വീകരിക്കും. അപ്പം അശ്അരി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ആളാണോ? അശ്അരിയെ അതുപോലെ അശ്അരിയാക്കളെ മൊത്തത്തിൽ മുബ്തദികളാണ് എന്ന് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് ഇബ്നുൽ മുബറദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാം. ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉദ്ധരണി ഞാൻ കൊണ്ടുവരാം അശ്അരിയാക്കൾ പഴച്ച കക്ഷികളാണ് എന്നതിന്. അശ്അരിക്ക് മുൻപേ അതുപോലെ സിജ്സി റഹിമഹുല്ലാ എത്രയോ മുൻപ് ജീവിച്ച പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാമിന് എത്രയോ മുൻപ് ഈ അശ്അരി മദ്ഹബിനെ പിഴച്ച മദ്ഹബാണ് എന്നും, അബുൽ ഹസൻ അൽ അശ്അരി അദ്ദേഹത്തിൻ്റെ മദ്ഹബ് ബിദ്അത്തിൻ്റെ മദ്ഹബാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യന്മാരാണോ? അപ്പം നോക്ക്, ഇങ്ങനെ പറഞ്ഞിതൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ ചാർത്തി അതിന് മുമ്പുള്ളതാണ് നമ്മുടെ ദീനെന്ന് പറയുക. ഏതുപോലെ തൗഹീദ് പറഞ്ഞ അപ്പം പറയും ഇത് 921 ശേഷം വന്നതാണ്. ഖുർആനിലും സുന്നത്തിലും വന്ന ആ കാര്യം പറഞ്ഞാൽ അപ്പോൾ പറയാം അത് ഇബ്നു അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരാളിലേക്ക് ചാർത്തി അതിനെ വഷളാക്കുക. ഇതാണ് ഇത്തരം ആളുകളുടെ ശൈലി. നമുക്കൊരിക്കലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോ അല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബോ നമ്മുടെ ദീനിലെ തെളിവുകളല്ല. അവരില്ലായെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹ് സംരക്ഷിക്കും. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോ മുഹമ്മദ് അബ്ദുൽ വഹാബോ ജനിച്ചിട്ടില്ല സങ്കല്പിച്ച് നോക്കി, അള്ളാഹിൻ്റെ ദീൻ ഇവിടെ ഉണ്ടാവില്ലേ? അള്ളാഹിൻ്റെ ദീൻ ഇവിടെ ഉണ്ടാവും. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ദലീൽ, യാതൊരു സംശയമില്ല. അത് സലഫുകൾ, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സഹാബത്തിൻ്റെ വഴിയാണ്, ഈ ഉമ്മത്തിലെ ആദിമ തലമുറയുടെ വഴിയാണ്. ഒരു മുസ്ലിയാർക്കും തകർക്കാൻ കഴിയില്ല. ഇയാളൊക്കെ മുന്നേ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ തലവന്മാർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അള്ളാഹിൻ്റെ ദീനാണ്, അത് അന്ത്യനാൾ വരെ നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെ ഇത് ബാക്കിയാണ്. കാരണം നമുക്ക് പറയാനുള്ളത് ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ ദലീൽ ഒന്നാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ദലീലാണ് നമുക്ക് പറയാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഉദ്ധരിച്ച ദലീലാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുൻപേ സഹാബത്ത് വിശ്വസിച്ച ദലീലാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് പുതിയതായി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ രീതി എന്താണ്? ഇവരാദ്യം കുറേ വിശ്വാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കൈകൾ ഇരു കൈകളും യമീനാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇരു കൈകളും വലതാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കുക. അവൻ ഇരു കൈകളുണ്ട്, പക്ഷെ അവൻ്റെ ഇരു കൈകളും വലത് കൈകളാണ്. അത് മുഴുവൻ ബറക്കത്തിൻ്റെ കൈകളാണ്. അത് നിറഞ്ഞ കൈകളാണ്. അവൻ ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ കയ്യിലുള്ളത് തീർന്നു പോയിട്ടില്ല, തീർന്നു പോവുകയില്ല. അവൻ പരലോകത്ത് അവൻ്റെ വിരലുകളിൽ പടപ്പുകൾ എടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു വിരലിൽ അവൻ മുഴുവൻ മണ്ണുമെടുക്കും, വെള്ളമെടുക്കും, അങ്ങനെ ഓരോന്നും എടുക്കും. ആകാശങ്ങൾ അവൻ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും കേട്ട ഹദീസാണ്, മനുഷ്യരുടെ മുഴുവൻ ഹൃദയങ്ങൾ എവിടെയാണ്? അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിൽ, അവൻ്റെ വിരലുകളിലെ 2 വിരലുകൾക്കിടയിൽ. അതൊക്കെ അങ്ങനെ തന്നെ അതുപോലെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ അതിൻ്റെ രൂപം നമുക്ക് അറിയുകയില്ല. അതിൽ വിശ്വസിക്കാൻ നിർബന്ധമാണ്. അതിനെ തള്ളിക്കളയുക എന്നത് പാടില്ലാത്തതാണ്. അതിനെക്കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ അത് ബിദ്അത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിലായി ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.